ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ലിറ്റർ പാല്, ഒരു മാമ്പഴം നന്നായിട്ട് അടിച്ചെടുത്തത്, ഗോതമ്പ് പൊടി, പഞ്ചസാര, വാനില എസൻസ്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാലിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാല് തിക്കാവണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം തിക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊരു 3 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഇപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി അടിച്ചെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 മുതൽ 9 മണിക്കൂർ വരെ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. ഞാനിവിടെ അലൂമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ വാങ്ങുന്ന പോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.